ഗുഡ് മോർണിംഗ്. എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ട് വീണ്ടും മാത്സ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടൊക്കെ ഇരിക്കുകയായിരിക്കും അല്ലേ? അപ്പം നമുക്ക് ബാക്കി ക്ലാസ്സിലേക്കൊക്കെ പോയാലോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? ലിമിറ്റ്സിനെ പറ്റി പഠിച്ചു അല്ലേ? കാൽക്കുലസിൻ്റെ ഏറ്റവും ഇൻട്രൊഡക്ഷൻ വരുന്ന കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ലിമിറ്റ്സ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടികളെല്ലാവരും ഭയങ്കര പേടിച്ചിരിക്കുന്ന ഒരു പാർട്ട് നമ്മൾ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ലിമിറ്റ്സ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ സീറോ വാല്യൂസ് ഒക്കെ വരുമ്പോഴത്തേക്കും ഇൻഡിറ്റർമിനേറ്റ് ഫോം ഒക്കെ ആകുമ്പോഴത്തേക്ക് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമായിരിക്കുമല്ലോ അല്ലേ? അതൊക്കെ നന്നായിട്ടൊന്നും കൂടെ ചെയ്തൊക്കെ പഠിച്ചെടുത്തിട്ട് ബാക്കി നമുക്ക് ഒത്തിരി ഒന്നും ചെയ്തെടുക്കാനില്ല. ജസ്റ്റ് ആ ലിമിറ്റ് വാല്യൂസ് ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ സീറോ വാല്യൂസിലേക്കൊക്കെ പോയി അല്ലെങ്കിൽ ഇൻഡിറ്റർമിനേറ്റ് ആണ് പോകുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ ആൻസർ കണ്ടെത്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്ര സിമ്പിളായിട്ട് ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അതിൻ്റെ ബാക്കിയായിട്ട് കുറച്ച് പ്രോബ്ലംസും കൂടെ പറഞ്ഞിട്ട് വേണം നമുക്ക് LSL-ഉം RSL-ഉം ഒക്കെ പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. ലിമിറ്റ് x ടേൺസ് ടു 0 sin AX ഡിവൈഡഡ് ബൈ BX. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. sin AX ഡിവൈഡഡ് ബൈ BX. ഇതിൻ്റെ അകത്ത് ലിമിറ്റ് x ടേൺസ് ടു 0 നമുക്ക് അപ്ലൈ ചെയ്യണം. പക്ഷെങ്കിൽ എന്ത് ചെയ്യണം? sin AX-ഉം BX ബൈ BX ആണ്. അപ്പോൾ BX-നകത്ത് നമ്മൾ എക്സിന് ഡയറക്റ്റ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? നമുക്കവിടെ വാല്യൂ 0 ആയിപ്പോൾ, ഡിനോമിനേറ്റർ 0 ആയിപ്പോൾ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിനോമിനേറ്റർ 0 ആവുന്ന കേസിൽ എന്താവുന്ന പറഞ്ഞിട്ടുള്ളത്? നമുക്കത് ഇൻഡിറ്റർമിനേറ്റ് ഫോമിലേക്കാണ് പോകുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഫോം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? സിംപ്ലിഫൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? സിംപ്ലിഫൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഓൾറെഡി നമുക്ക് പഠിക്കാനുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. നമുക്ക് ലിമിറ്റ് x ടേൺസ് ടു 0 sin x ബൈ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും കിട്ടുന്നത്. നമ്മൾ പഠിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ലിമിറ്റ് x ടേൺസ് ടു 0 sin x ബൈ എക്സ് എന്നാണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും വരിക? 1 ആയിരിക്കും നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ തിരിച്ചാണെങ്കിലും ലിമിറ്റ് x ടേൺസ് ടു 0 x ബൈ sin x ആണെന്നുണ്ടെങ്കിലും എന്ത് തന്നെ ആയിരിക്കും ആൻസർ? 1 തന്നെയായിരിക്കും ആൻസർ കിട്ടുന്നത്. ഈ രണ്ട് പ്രോപ്പർട്ടീസ് ഓർത്ത് വെക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, x⁻n മൈനസ് a⁻n ഡിവൈഡഡ് ബൈ x-a വരുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു പ്രോപ്പർട്ടിയാണ് പറയുന്നത് sin x ബൈ എക്സ് വരുന്ന കേസിൽ. അപ്പോൾ എന്തായിരിക്കണം? ലിമിറ്റ് എങ്ങോട്ടേക്കായിരിക്കണം? ടെൻസ് ടു 0 ആയിരിക്കണം. ലിമിറ്റ് ടെൻസ് ടു 0 ആണെങ്കിൽ മാത്രമായിരിക്കും എന്താവുക? വാല്യൂ 1 വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് sin x ബൈ എക്സും x ബൈ sin x-ഉം രണ്ടിനും എന്തായിരിക്കും വരുന്ന വാല്യൂസ്? 1 ആയിരിക്കും ആൻസർ വരുന്നത്. നമുക്ക് ആ ഒരു പ്രോപ്പർട്ടി ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് തന്നേക്കുന്നത് sin AX ബൈ BX ആണ്. ഇവിടെ നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ AX-ഉം ഇവിടെ BX-ഉം ആണ്. അപ്പോൾ എയും ബിയും ആണ് വന്നത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഇത് രണ്ടും സെയിം ആക്കണം. സെയിം ആയിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ പറ്റുള്ളൂ. ഇവിടെ sin x എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? sin 1x എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ആ ഒരു 1x എന്നുള്ളതിന് പകരം നമുക്ക് എന്താവാം? A ആവാം, അല്ലെങ്കിൽ B ആവാം. ഏതൊരു നമ്പർ വന്നാലും ഇവിടെ എന്തായിരിക്കണം? തിരിച്ച് താഴെ നമുക്ക് അത് തന്നെ ഉണ്ടാവണം. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ 1 ആയിട്ട് എടുക്കാൻ പറ്റും. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ എടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് സിംപ്ലിഫിക്കേഷനൊക്കെ വരുത്തേണ്ടതുണ്ടല്ലേ? ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം ഇവിടെ നമുക്ക് സൈൻ്റെ കൂടെയുള്ള വാല്യൂ എന്താണ്? AX എന്നാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്കൊരു AX മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവൈഡ് ചെയ്യാനും. അപ്പം എന്താകും? ഈക്വൽ ആയിട്ട് കട്ട് ചെയ്ത് പോകുമല്ലോ. നമ്മളിപ്പോൾ ചെയ്തു വരുമ്പോൾ എന്താകും? ലിമിറ്റ് x ടേൺസ് ടു 0 sin AX ബൈ BX നമുക്കുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഒരു AX മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്തായിട്ട് വരും? ഇത് രണ്ടും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ 1 തന്നെയാണ് വരുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് വാല്യൂവിൽ മാറ്റങ്ങളൊന്നും വരുന്നില്ലല്ലോ. സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. ഇനി നോക്കി, ഈ sin AX-ഉം ഇവിടെ ഈ AX-ഉം ഉണ്ട്. അത് രണ്ടും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും വരിക? നമുക്ക് ഈ പറഞ്ഞ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാമല്ലോ. sin x ബൈ എക്സ് എന്നുള്ള പ്രോപ്പർട്ടി അല്ലേ? ലിമിറ്റ് x ടേൺസ് ടു 0 sin AX ബൈ AX എന്നുള്ളത് നമുക്ക് 1 എന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ എന്താകും? അടുത്ത സ്റ്റെപ്പിൽ ലിമിറ്റ് x ടേൺസ് ടു 0 sin AX ബൈ AX എന്നാകും ഇൻറ്റു AX ബൈ BX എന്ന് വരും. ഇവിടെ നമുക്ക് ഈ എക്സും എക്സും ക്യാൻസൽ ചെയ്യാൻ പറ്റും അല്ലേ? രണ്ടും സെയിം ആണ് വരുന്നത്. സോ നമുക്ക് എക്സും എക്സും ക്യാൻസൽ ചെയ്യാം. ഈ AX ഇവിടെ നമ്മൾ എടുത്തു. പിന്നെ നമുക്ക് എന്തുണ്ട്? ബാക്കി ഇവിടെ A ബൈ B ആണുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും? ഇത് ഇത്രയും എന്തായിട്ട് മാറും? ഇത്രയും കാര്യങ്ങളെ നമുക്ക് ആ ഒരു പ്രോപ്പർട്ടി വെച്ച് പറയുകയാണെങ്കിൽ 1 ആയിട്ട് പോകും. ഇൻറ്റു A ബൈ B എന്നായിരിക്കും വരുന്നത്. അപ്പോൾ ആൻസർ എന്തായിരിക്കും വരിക? A ബൈ B എന്നായിരിക്കും
ആൻസർ കിട്ടുന്നത്. എളുപ്പമല്ലേ ചെയ്യാൻ? ഇതുപോലൊരു പ്രോബ്ലം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതിന് പകരം എന്ത് ചെയ്തു, നമ്മൾ ആ ഒരു പ്രോപ്പർട്ടിയിലേക്ക് അപ്ലൈ ചെയ്യാനാണ് നോക്കിയത്. അങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് ഇതുപോലെ വാല്യൂസ് നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. അടുത്തൊരു പ്രോബ്ലം ഇതുപോലെ തന്നെ ഇതേ പ്രോപ്പർട്ടി തന്നെ യൂസ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ലിമിറ്റ് എക്സ് ടേൺസ് ടു 0 സൈൻ എ എക്സ് ബൈ സൈൻ ബി എക്സ്. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇത് നമ്മൾ സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ആ സ്റ്റാൻഡേർഡ് റിസൾട്ടിൽ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സ്റ്റാൻഡേർഡ് റിസൾട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് സൈൻ എ എക്സ് ബൈ എ എക്സ് വന്നിട്ടുണ്ടെങ്കിൽ 1 ആയിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. അതുപോലെ സൈൻ ബി എക്സ് ആണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ ബൈ ബി എക്സ് വന്നു കഴിഞ്ഞാൽ അല്ലേ, സെയിം തന്നെ ഡിനോമിനേറ്ററിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് 1 ആയിട്ട് മാറ്റാൻ പറ്റും. ഇവിടെ ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം, അപ്പം ഈ സൈൻ എ എക്സിനും സൈൻ ബി എക്സിനും ചേഞ്ച് വരുത്താൻ പറ്റും അല്ലേ? അതെങ്ങനെ വരുത്തണം? ഇവിടെ നമുക്കപ്പോൾ സൈൻ എ എക്സിൻ്റെ കൂടെ ഒരു എ എക്സ് മൾട്ടിപ്ലൈ ചെയ്തും ഡിവൈഡ് ചെയ്തും എടുക്കാം. അതുപോലെ സൈൻ ബി എക്സിൻ്റെ കൂടെ ഒരെണ്ണം മൾട്ടിപ്ലൈ ചെയ്തും ഡിവൈഡ് ചെയ്തും എടുക്കാം അല്ലേ? അതുപോലെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് റിസൾട്ട് പഠിച്ച് വെച്ചിട്ട് ഇത് ഏതാ തന്നിരിക്കുന്നത്, ഒരു എഫ് ഓഫ് എക്സും ഒരു ജി ഓഫ് എക്സും ഡിവിഷനാണ് തന്നിരിക്കുന്നത്. സോ നമുക്കിത് എന്ത് ചെയ്യാം, 2 ആയിട്ട് മാറ്റി എഴുതാൻ പറ്റും. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 സൈൻ എ എക്സ് ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടേൺസ് ടു 0 സൈൻ ബി എക്സ് എന്നാണ് വരുന്നത് അല്ലേ? ഇനി ഇതിൽ നമുക്ക് എന്ത് മാറ്റം വരുത്താം, ലിമിറ്റ് എക്സ് ടേൺസ് ടു 0 സൈൻ എ എക്സിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു എ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈയും ചെയ്യാം, ഒരു എ എക്സ് കൊണ്ട് ഡിവൈഡും ചെയ്യാം അല്ലേ? അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടി എടുക്കാമല്ലോ. അപ്പം നമുക്ക് എന്തായി പോകും, ലിമിറ്റ് എക്സ് ടേൺസ് ടു 0 സൈൻ എ എക്സ് ബൈ എ എക്സ് എന്ന് വെച്ചാൽ 1 ആയിട്ട് എടുക്കാം, നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടി വെച്ചിട്ട്. അതുപോലെ തന്നെ ഡിനോമിനേറ്ററിൽ നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റ് എക്സ് ടേൺസ് ടു 0 സൈൻ ബി എക്സ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ഒരു ബി എക്സ് മൾട്ടിപ്ലൈ ചെയ്യുക, ഒരു ബി എക്സ് ഡിവൈഡ് ചെയ്യുക. അതും എന്താകും, ക്യാൻസൽ ആയിപ്പോയാൽ 1 ആണ്. അപ്പോൾ സൈൻ ബി എക്സ് തന്നെ വരും. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബി എക്സിനെയും ഈ സൈൻ ബി എക്സിനെയും കൂടെ വെച്ചിട്ട് എന്ത് ചെയ്യാം, ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 നമുക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ കിട്ടുക, നമുക്ക് വാല്യൂ 1 ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അല്ലേ? അപ്പോൾ എന്താകും, ലിമിറ്റ് എക്സ് ടേൺസ് ടു 0 സൈൻ എ എക്സ് ബൈ എ എക്സ് ഇൻറ്റു എ എക്സ് ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടേൺസ് ടു 0 സൈൻ ബി എക്സ് ബൈ ബി എക്സ് ഇൻറ്റു ബി എക്സ് എന്ന് വരും. ഇവിടെ ഇതിലെ ഈ എക്സ് എക്സ് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റുമല്ലോ ഇല്ലേ? ആ എക്സ് എക്സ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. കാരണം എന്താ, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും വരുന്നതാണ്. സോ നമുക്കത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കി ഏതിന് മാത്രം ലിമിറ്റ് ഇട്ട് കൊടുത്താൽ മതി. ഇത് ഇത്രയും ലിമിറ്റ് വരുന്നത് എന്താകും, 1 ഇൻറ്റു എ എന്ന് വരും ഡിവൈഡഡ് ബൈ ഇത് ഇത്രയും 1 ആയി പോകും, 1 ഇൻറ്റു ബി എന്ന് വരും. അപ്പോൾ ആൻസർ എന്ത് വരും, എ ബൈ ബി തന്നെയായിരിക്കും ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് അല്ലേ? എളുപ്പമല്ലേ ഇത് ചെയ്യാനായിട്ട്? നമുക്കിതിൽ എന്ത് ചെയ്താൽ മതി, ഒരു പ്രോപ്പർട്ടി മാത്രം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നാൽ മതി. അപ്ലൈ ചെയ്യുമ്പം അതിൽ ബാക്കിയുള്ള വാല്യൂസ് ഒക്കെ കട്ട് ചെയ്ത് പോകുന്നതൊക്കെ പോയി. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ള എന്താ, ഒരു വാല്യൂ ഇതുപോലെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മളൊരു എ എക്സ് മൾട്ടിപ്ലൈയും ഡിവൈഡും ചെയ്തു. അപ്പോൾ അതെന്തായിട്ടാണ് പോണേ, കട്ട് ചെയ്താൽ 1 തന്നെയാണ് വരുന്നത്. സോ നമുക്ക് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അതിൽ വേറെ മാറ്റങ്ങളൊന്നും നമ്മളായിട്ട് വരുത്തിയിട്ടില്ല. ജസ്റ്റ് നമ്മളൊരു കാര്യം ആഡ് ചെയ്തപ്പം അത് ക്യാൻസലായിപ്പോയി 1 എന്നുള്ളൊരു നമ്പറിലേക്ക് എത്താനുള്ളത് അല്ലേ, ഇൻറ്റു 1 ചെയ്ത സൈൻ എ എക്സ് തന്നെ ആ ഒരു കേസിലേക്ക് തന്നെ നമ്മൾ തിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. സോ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഇല്ല. അതുതന്നെ സൈൻ ബി എക്സിൻ്റെ കേസിലും ചെയ്ത് നമുക്ക് ആൻസർ വന്നപ്പോഴത്തേക്ക് എന്ത് കിട്ടി, അവിടെയുള്ള എക്സും എക്സും ക്യാൻസലായിപ്പോയി. ബാക്കിയുള്ളത് എന്താണ്, എ ബൈ ബി എന്നുള്ളത് ആൻസറും കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ് ടേൺസ് ടു പൈ ലിമിറ്റ് എക്സ് ടേൺസ് ടു പൈ സൈൻ പൈ മൈനസ് എക്സ് സൈൻ ഓഫ് പൈ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു പൈ മൈനസ് എക്സ് പൈ ഇൻറ്റു പൈ മൈനസ് എക്സ് എന്നാണ് തന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, എക്സ് 0യിലേക്കൊക്കെ ഇത്ര നേരം പറഞ്ഞു. ഇപ്പം തന്നിരിക്കുന്നത് എന്താണ്, പൈയിലേക്കാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? എക്സ് ഇതിലേക്ക് ടെൻസ് ടു പൈ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു എക്സ് പ്ലസ് 1ൻ്റെ ഒക്കെ പ്രോബ്ലം. അതിൽ നമ്മൾ എന്താ ചെയ്തിരുന്നത്, അതിൽ നമ്മൾ എക്സ് പ്ലസ് 1 ഈക്വൽ ടു വൈ എന്നൊക്കെ പറഞ്ഞ് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതുപോലെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഈ തന്നിരിക്കുന്നതിനകത്ത് നോക്കി ഈ 2 വാല്യൂസ് അല്ലേ, സൈൻ പൈ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു പൈ മൈനസ് എക്സ് ഉണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു വരുമ്പോഴത്തേക്ക് 2 തരത്തിൽ ചെയ്യാൻ പറ്റും. മെയിനായിട്ടൊന്നും ഇപ്പം നമ്മൾ പറഞ്ഞ സെയിം പ്രോപ്പർട്ടി തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ നമുക്ക് വൈ ആയിട്ട് എടുക്കാം. വൈ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അറ്റ് എക്സ് ഈക്വൽ ടു പൈയിൽ വൈ എന്താകും, 0 ആയിട്ട് മാറും.
എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള സെയിം പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതേ സെയിം പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ എന്താ ലിമിറ്റ് എക്സ് ടേൺസ് ടു പൈ സൈൻ പൈ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ പൈ മൈനസ് എക്സ് ഇൻറ്റു 1/π എന്നാക്കാമല്ലോ. അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അല്ലേ? ഏറ്റവും സിമ്പിളായിട്ട് അതായിരിക്കും ചെയ്യാൻ പറ്റുന്നത്. കാരണം എന്താ, ഇത് ഇത്രയും നമ്മൾ ചെയ്തു വരുന്ന കാര്യങ്ങൾ എന്തായിട്ടായിരിക്കും പോകുന്നത്? 1 ആയിട്ടായിരിക്കും പോകുന്നത്. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടി തന്നെയാണ്. സൈൻ എക്സ് ബൈ എക്സ് എന്നുള്ളത് ലിമിറ്റ് എക്സ് ടേൺസ് ടു 0 പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു? അവിടെ നമുക്ക് 1 ആയിട്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് അതേ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് വരും വാല്യൂ? ഇവിടെ നമുക്ക് 1 × 1/π വരും. അപ്പോൾ ആൻസർ എന്ത് തന്നെ വരും? 1/π ആയിരിക്കും അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ് ടേൺസ് ടു 0 cos 2x minus 1 divided by cos x minus 1. cos 2x minus 1 divided by cos x minus 1 എന്നാണ്. ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റുക? ഇതിനെ നമുക്ക് മാറ്റി എങ്ങനെ എഴുതാൻ പറ്റുക? ഇതിനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സിംപ്ലിഫിക്കേഷൻ ആണ് ചെയ്യാൻ പറ്റുക അല്ലേ? കാരണം എന്താ, cos 2x എന്ന് തന്നിട്ടുണ്ട് ഡിവൈഡഡ് ബൈ cos x minus 1 തന്നേക്കുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ള വഴികളുണ്ടോ എന്ന് നമുക്ക് നോക്കാം അല്ലേ? നമ്മൾ അതൊക്കെ ചെയ്തു വരുന്നത് സിംപ്ലിഫൈ ചെയ്തു വരുമ്പോഴേ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ നമുക്ക് ലിമിറ്റ് എക്സ് ടേൺസ് ടു 0 എടുത്തെഴുതി cos 2x നമുക്ക് മാറ്റിയിട്ട് 2 cos square θ എന്ന് എഴുതാൻ പറ്റും അല്ലേ? 2 cos square x നമ്മൾ പഠിച്ചിട്ടുണ്ട്. cos 2θ എന്ന് പറയുന്നത് 2 cos square θ മൈനസ് 1 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ ഇവിടെ ഓൾറെഡി ഉള്ളൊരു -1 ഉണ്ട്, അതെടുത്ത് എഴുതുക ബൈ cos x minus 1. ഇനി ഇതിനകത്ത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം അല്ലേ? ഈ -1 ചെയ്താൽ എന്ത് വരും? ലിമിറ്റ് എക്സ് ടേൺസ് ടു 0 2 cos square x minus 2 divided by cos x minus 1. ഇനി ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നോക്കിയേ, 2 ഇതിൻ്റെ അകത്ത് രണ്ടിനകത്തും കോമണാണ് വരുന്നത് അല്ലേ? നമുക്കപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ 2നെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ലിമിറ്റ് എക്സ് ടേൺസ് ടു 0 2 × cos square x minus 1 ഡിവൈഡഡ് ബൈ cos x minus 1. കാരണം എന്താ, ഇവിടെ രണ്ടിനകത്തും 2 ഉണ്ട്. സോ നമുക്ക് 2 കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ പറ്റുമല്ലോ. എടുത്തു. അതിൻ്റെ ബാക്കിയായിട്ട് എന്തായി? ഇത് cos square x minus 1 എന്ന് തോന്നുന്നു. ഈ cos square x minus 1 നമുക്ക് cos square x minus 1² എന്ന് എഴുതത്തില്ലേ? ലിമിറ്റ് എക്സ് ടേൺസ് ടു 0 2 × cos square x minus 1² ഡിവൈഡഡ് ബൈ cos x minus 1 എന്ന് എഴുതാൻ പറ്റും അല്ലേ? ഇതിപ്പോൾ ഏത് ഫോമിലാണ് കിടക്കുന്നത്? a² - b² ഫോമിലായി. അതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? a² - b² എന്നുള്ളതിനെ നമുക്ക് a + b × a - b എന്ന് മാറ്റി എഴുതാം അല്ലേ? അപ്പോൾ എന്ത് വരും? ലിമിറ്റ് എക്സ് ടേൺസ് ടു 0 2 അതുപോലെ എടുത്തെഴുതി. ഇനി cos square x minus 1² എന്നുള്ളതിനെയാണ് മാറ്റുന്നത്. എങ്ങനെ മാറ്റും? 2 × cos x plus 1 × cos x minus 1 എന്നാണ് മാറ്റുന്നത്. കാരണം എന്താ, നമുക്ക് a + b × a - b ഫോമിലേക്കാണ് മാറ്റിയത്. ഇനി എന്തായി? cos x minus 1 താഴെയുള്ളത് എടുത്തെഴുതി. ഇനി നോക്കി, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാനുണ്ടോ? ഇവിടെ നമുക്ക് ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാനുണ്ട്. സോ നമ്മളത് ക്യാൻസൽ ചെയ്തു. ബാക്കി എന്താ വരുന്നത്? ലിമിറ്റ് എക്സ് ടേൺസ് ടു 0 2 × cos x plus 1. ഇത്രയും മാത്രമേ നമുക്ക് ബാക്കിയായിട്ട് വരുന്നുള്ളൂ അല്ലേ? ഇനി എന്ത് ചെയ്യുക? ഈ cos x-ൻ്റെ എക്സിന് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. cos x-ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 0 വരുമ്പോൾ എന്ത് വരും? cos 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും വാല്യൂ വരുന്നത്? cos 0 2 × cos 0 plus 1. cos 0യുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. 1 + 1 വരും. അപ്പോൾ ആൻസർ എന്ത് വരും? 2 × 2 വരും. ആൻസർ 4 എന്നായിരിക്കും കിട്ടുന്നത്. ഇത്രയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇനി അടുത്തൊരു പ്രോബ്ലം വരുന്നതാണ് ലിമിറ്റ് എക്സ് ടേൺസ് ടു 0 ലിമിറ്റ് എക്സ് ടേൺസ് ടു 0 ax plus x cos x divided by b sin x. b sin x ഇതാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ റീഅറേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാനോ ഉണ്ടോ എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. എന്തൊക്കെയാണ് ചേഞ്ച് ചെയ്യാനുള്ളത്?
ഇവിടെ നമുക്ക് നോക്കിയാൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട് അല്ലേ. ലിമിറ്റ് എക്സ് ടേൺസ് ടു 0, സൈൻ എക്സ് ബൈ എക്സ് എന്നുള്ളത് എന്താണെന്ന് പഠിച്ചു, 1 ആണെന്ന് പഠിച്ചു. അതുപോലെ തിരിച്ചാണ് വരുന്നതെങ്കിലും എന്താണെന്നാണ് പഠിച്ചത്, 1 അല്ലേ. ലിമിറ്റ് എക്സ് ടേൺസ് ടു 0, എക്സ് ബൈ സൈൻ എക്സ് ആയിരുന്നാലും എന്ത് തന്നെ വരും, 1 എന്നായിരിക്കും വരുന്നത്. ഇവിടെ നമ്മൾ ഇത്രയും വാല്യൂസിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നോക്കി ഇവിടെ ഒരു എക്സ് ബൈ സൈൻ എക്സ് എന്ന് പറയണതിന് നമുക്ക് എടുക്കാനുണ്ട് അല്ലേ. അപ്പം നമുക്ക് അങ്ങനെയെങ്കിൽ ഇവിടെ നിന്ന് ഒരു എക്സ് കോമൺ പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ എഴുതാൻ പറ്റില്ലേ, ലിമിറ്റ് എക്സ് ടേൺസ് ടു 0. ഈ എക്സിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം കോമൺ ആയിട്ട്. അപ്പോൾ എന്ത് വരും, എക്സ് ഇൻറ്റു എ പ്ലസ് കോസ് എക്സ് എന്നായിരിക്കും വരുന്നത് അല്ലേ. എ പ്ലസ് കോസ് എക്സ് ബൈ ബി ഇവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ സൈൻ എക്സിന് ഇതിൻ്റെ കൂടെ താഴേക്ക് മാറ്റി എഴുതാം. ബി സൈൻ എക്സിന് മാറ്റി എഴുതാമല്ലോ. എഴുതിയിട്ടുണ്ടെങ്കിൽ നോക്കി ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് ബൈ സൈൻ എക്സ് എന്ന് കിട്ടി, നമ്മുടെ ഒരു പ്രോപ്പർട്ടി കിട്ടി. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്തായിട്ട് വരും, ഇത് ഇത്രയും വരുന്നത് 1 ആയിട്ട് നമുക്ക് എടുക്കാം. ബാക്കി എന്തുണ്ട്, ബാക്കിയുള്ളതിന് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എ പ്ലസ് കോസ് എക്സ് ബൈ ബി എന്നായിരിക്കും വരുന്നത് അല്ലേ. ഇനി നോക്കി ഇതിൽ നമുക്ക് 1 ആയിട്ട് ഇത് ഇത്രയുമേ പോയിട്ടുള്ളൂ. ബാക്കി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എ കോസ് എക്സ് ബൈ ബി എന്ന് വരും. അപ്പോൾ അതിനകത്ത് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, എ പ്ലസ് കോസ് 0 തന്നെ വരും ബൈ ബി വരും. അതിൽ എ പ്ലസ് കോസ് 0 എന്ന് പറയുന്നത് എന്തായിരിക്കും വാല്യൂ വരുന്നത്, 1 ആണ് അല്ലേ. ഇപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ കോസ് 0 1 ആണെന്ന്. അപ്പോൾ എന്ത് വരും, എ പ്ലസ് 1 ബൈ ബി എന്നായിരിക്കും ആൻസർ നമുക്ക് കിട്ടുക. ഇതാണ് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് ആൻസർ കിട്ടുന്നത്. ഇതൊക്കെ ചെയ്ത് കുറേ ഇത്രയൊക്കെ ചെയ്തു വന്നിട്ടുണ്ടാകുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ടല്ലേ, എങ്ങനെയാണ് ലിമിറ്റ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ മാറ്റാം എന്നൊക്കെയുള്ള ഏകദേശം ഒരു ഐഡിയ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും അല്ലേ. കിട്ടിയിട്ടുണ്ടാവും. അത്ര നല്ല രീതിക്ക് നമ്മൾ ഇത്ര നേരം ചെയ്തു വന്നിട്ടുണ്ട്. കുറേ പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് നോക്കി, കാര്യങ്ങളൊക്കെ കുറച്ച് സിമ്പിളായിട്ട് പറഞ്ഞ്, കുറച്ച് പ്രോപ്പർട്ടീസ്, ഒരുപാട് പ്രോപ്പർട്ടീസ് ഒന്നും ഇല്ല അല്ലേ, ഒരു 3 പ്രോപ്പർട്ടീസ്. പിന്നെ നമ്മൾ കൊച്ചു ക്ലാസ് തൊട്ടേ പഠിച്ചു വരുന്ന എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അതൊക്കെ പഠിച്ചിട്ടുള്ളൂ അല്ലേ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നൊക്കെ മാറ്റി എഴുതാൻ, അങ്ങനെ കുറച്ച് ചെറിയ കാര്യങ്ങൾ മാത്രം. അത്രയും ചെറിയ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ഇത്രയും പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പഠിച്ചു വന്നത് അല്ലേ. പിന്നെ ഇവിടെ ഒരു 3 പ്രോപ്പർട്ടീസ്, ഇത് കൂടാതെ ഏതാ പഠിച്ചിട്ടുള്ളത് ഒരെണ്ണം കൂടെ. പിന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നത് ലിമിറ്റ് എക്സ് ടേൺസ് ടു 0 എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ എന്താകുമെന്ന് പഠിച്ചു, എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1. ഈ 3 പ്രോപ്പർട്ടീസാണ് നമ്മൾ മെയിനായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ബാക്കി പഠിച്ചത് എന്തൊക്കെയാണ്, സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ആണ്. ആ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് എന്തൊക്കെയായിരുന്നു, ഒരു കോൺസ്റ്റൻറ്റ് വരുമ്പോഴത്തേക്ക് പഠിച്ചു അല്ലേ. ഒരു കോൺസ്റ്റൻ്റ് ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നതാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്, ആ ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ കോൺസ്റ്റൻ്റ് വാല്യൂ തന്നെ വരും, അതിൽ ലിമിറ്റൊന്നും നമുക്ക് അപ്ലൈ ചെയ്യാൻ ഉണ്ടാവില്ല എന്ന് പഠിച്ചു. അതിനുശേഷം രണ്ടാമത്തെ പഠിച്ചെന്തായിരുന്നു, ഒരു കോൺസ്റ്റൻ്റ് വാല്യൂ ഇൻറ്റു ഒരു ഫംഗ്ഷനാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ അതിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, കോൺസ്റ്റൻ്റ് വാല്യൂവിനെ നമ്മൾ പുറത്തെടുക്കുക, പുറത്തേക്ക് എടുത്തിട്ട് ബാക്കിയുള്ള ഫംഗ്ഷനിൽ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മൂന്നാമത് പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്താ, 2 ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് 2 ഫംഗ്ഷൻ അല്ലേ. ഇപ്പോൾ ഒരു എക്സ് സ്ക്വയർ പ്ലസ് 2 എന്നൊരു ഫംഗ്ഷൻ തന്നു, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 5 എന്ന് വേറൊരു ഫംഗ്ഷൻ തന്നു. അപ്പോൾ എന്ത് ചെയ്യുക, ഈ 2 ഫംഗ്ഷൻ തമ്മിൽ പ്ലസ് ഇത് ചെയ്യാനാണ് പറയുന്നതെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ആണ് പറയണമെങ്കിൽ എന്തായിരിക്കും വരിക, അതിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ചെയ്യുക പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ജി ഓഫ് എക്സ്, 2 സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുക. അതുപോലെ തന്നെ മൈനസ് ആണ് വരുന്നതെങ്കിൽ സബ്ട്രാക്ഷൻ്റെ കേസിലും എന്ത് തന്നെയാണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് മൈനസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ജി ഓഫ് എക്സ് എന്ന് ചെയ്യുക അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്തൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു, നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്, മൾട്ടിപ്ലിക്കേഷൻ വരുന്ന കേസ്. മൾട്ടിപ്ലിക്കേഷനിൽ നമ്മൾ എന്ത് ചെയ്തു, 2 വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ അല്ലെ, 2 ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആ 2 ഫംഗ്ഷനെ അവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ജി ഓഫ് എക്സ് എന്നുള്ളതായിരുന്നു. ഇനി ലാസ്റ്റ് ഒരെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതാ, നമുക്ക് ഡിവിഷനാണ് വരുന്നത് അല്ലേ. അപ്പോൾ അതിലെന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഈ പറഞ്ഞ സെയിം കേസ് തന്നെ എന്തുമാത്രം മാറ്റം വരുത്തി, നമ്മൾ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ഉള്ള 2 വാല്യൂസ് ആയിട്ട് എടുക്കുന്നത് അല്ലേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ജി ഓഫ് എക്സ് എന്നുള്ളത് നമ്മൾ മാറ്റി എഴുതുന്നു. അത്ര മാത്രമായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ ഡിനോമിനേറ്ററുള്ള അല്ലെങ്കിൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ വരുന്ന ഒരു ഫ്രാക്ഷൻ ഫോമിൽ വരുന്നൊക്കെ ചെയ്തു വരുമ്പോൾ എന്ത് ചെയ്യുന്ന പറഞ്ഞേ, ചിലതിനൊക്കെ ന്യൂമറേറ്റർ 0 ആയി പോകും. ന്യൂമറേറ്റർ 0 ആയി പോകുന്നതിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെന്നാണോ പറഞ്ഞത്, ഒന്നും ചെയ്യാനില്ല, അതിലവിടെ 0 തന്നെയായിരിക്കും വാല്യൂ ചെയ്യുന്നത്. സോ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. പക്ഷെ നമുക്ക് ഡിനോമിനേറ്റർ 0 ആയി പോകുന്ന കേസസ് ഉണ്ടല്ലേ, അതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തി അതിൽ ക്യാൻസൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്ത്, നമ്മൾ കുറേ പ്രോബ്ലംസ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. കുറച്ച് മുമ്പ് ചെയ്തൊരു കോസ് എക്സ് മൈനസ് 1 എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോബ്ലം ചെയ്ത് ഉൾപ്പെടെ നമ്മൾ ചെയ്തത് എന്താണ്,
കുറേ ക്യാൻസലേഷൻസ് ആണ് ചെയ്തത്. അങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന പോലെ സിംപ്ലിഫൈ ചെയ്ത് ഇതാണ് നമ്മൾ ചെയ്തു വന്നത് അല്ലേ. അങ്ങനെ നമ്മൾ ചെയ്തു വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും സംഭവിക്കുക, നമുക്കതിൽ ഡിനോമിനേറ്റർ 0 എന്നുള്ളൊരു ഓപ്ഷൻ മാറിയിട്ട് നമുക്കവിടെ വാല്യൂസ് ഉണ്ടാവും അല്ലേ. ന്യൂമറേറ്റർ 0 അല്ലാണ്ട് വരുന്ന കേസസിലെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൽ ഡിനോമിനേറ്റർ 0 ആയി പോകുന്ന കേസസിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ട് പുതിയ പ്രോബ്ലംസിലേക്ക് അല്ലേ, പുതിയ പ്രോപ്പർട്ടീസൊക്കെ അപ്ലൈ ചെയ്ത് നമ്മൾ ഇതുപോലുള്ള പ്രോപ്പർട്ടീസൊക്കെ അപ്ലൈ ചെയ്ത് ആൻസറുകൾ കണ്ടെത്തുന്നത്. അപ്പോൾ നമുക്ക് ആൻസറുകളെല്ലാം കിട്ടുന്നുണ്ടല്ലേ, അത്യാവശ്യം എളുപ്പത്തിൽ തന്നെ എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചെറിയൊരു 3 കാര്യങ്ങളെ പുതുതായിട്ട് പഠിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ പഠിച്ചിട്ടുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി ചെറിയ ക്ലാസ് തൊട്ടേ പഠിച്ചു വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ച കാര്യങ്ങളായതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു 3 ചെറിയൊരു ഇക്വേഷൻ കാണാതെ പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിൽ കാരണം എന്താ, ഈ 2 വാല്യൂസിൻ്റെ ആൻസർ വരുന്ന 1 ആണ്. സോ പ്രത്യേകിച്ച് ആൻസറായിട്ട് ഒന്നും പഠിക്കാനില്ല, 1 ആണ്. പിന്നെ ഇത് മാത്രമാണ് ചെറിയൊരു വ്യത്യാസം വരുന്നുള്ളൂ. അതും ആ ഒരു ഫോമിലേക്കാണ് ആൻസർ കിട്ടുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതും ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ അല്ലേ. നമ്മളൊന്ന് നോക്കുക, ക്വസ്റ്റ്യനൊക്കെ കയ്യിൽ കിട്ടുമ്പം ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമ്മൾ നന്നായിട്ട് ചെയ്യാൻ വെച്ചാൽ അപ്പോൾ ടെൻഷൻ ആവാതെ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ലിമിറ്റ് x tends to 0 x sec x. x sec x ഇതിന് നമുക്ക് എന്ത് മാറ്റം വരുത്താം, sec x നമ്മൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഒക്കെ പഠിക്കുന്നുണ്ട് അല്ലേ. സൈന്, കോസ്, ടാന്, സീക്ക്, കൊസീക്ക്, കോട്ട എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ സീക്ക് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ. ഈ സീക്ക് എന്ന് പറയുന്നത് ഏതിൻ്റെ റെസിപ്രോക്കലായിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, മെയിനായിട്ട് സൈന്, കോസ്, ടാൻ പഠിച്ചു. അതിൻ്റെ റെസിപ്രോക്കൽസ് ആയിട്ടാണ് ബാക്കിയുള്ള 3 വരുന്നത് അല്ലേ. ഏതൊക്കെ, സീക്ക്, കൊസീക്ക് ആൻഡ് കോട്ട്. കോട്ടിൻ്റെ നമുക്കറിയാം ടാനിൻ്റെ ഓപ്പോസിറ്റ് ആണ് അല്ലേ. ഇനി അങ്ങനെയെങ്കിൽ സീക്കിൻ്റെ ഓപ്പോസിറ്റ് ആരായിരിക്കും, കോസ് ആയിരിക്കും വരുന്നത് അല്ലേ. അപ്പം നമുക്കത് മാറ്റി എഴുതാം. ലിമിറ്റ് x tends to 0 x into 1/cos x. ഇവിടെ നമുക്ക് x/cos x എന്നുള്ള ഫോമിലാണ് കിട്ടുന്നത്. നമുക്ക് എന്താ വന്നിരിക്കുന്നത്, ലിമിറ്റ് x tends to 0 ആണ്. ലിമിറ്റ് x tends to 0 ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്സിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ന്യൂമറേറ്റർ ഏതാണ്, x ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അത് എന്തായിട്ടാണ് പോവുക, 0 ആയിട്ട് പോവുക ചെയ്യുന്നത്. അതിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടാവും, ഇവിടെ നമുക്ക് വേറെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ പറ്റുമോ, ഒന്നും പ്രത്യേകിച്ച് വരുത്താൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു എക്സിൻ്റെ വാല്യൂ 0 ആയി പോകുമ്പോഴത്തേക്ക് നമ്മുടെ വാല്യൂസ് ഫുള്ളായിട്ട് 0 തന്നെയാണ് ആവുന്നത് അല്ലേ. 0 × 1/cos 0. ഇവിടെ cos 0യുടെ വാല്യൂ എന്ത് വരും, 1 വരും. പക്ഷെ അത് വന്നിട്ട് കാര്യമുണ്ടോ, ഇല്ല. കാരണം ഇവിടെ നമുക്ക് ന്യൂമറേറ്റർ, കുറച്ചും നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, ന്യൂമറേറ്ററിൽ വാല്യൂസിന് വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും, മൊത്തത്തിൽ ആൻസർ 0 ആയി പോവുകയാണ് ചെയ്യുന്നത്. അതിൽ പ്രത്യേകിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്താനില്ല. ഇപ്പോൾ ഡിനോമിനേറ്ററിലാണ് നമുക്ക് 0 ആയി പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്താനുണ്ടോ എന്നൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇവിടെ നമുക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് എന്തായി പോകുന്നു, വാല്യൂ ടോട്ടലി 0 ആണ് ആൻസർ കിട്ടുക. അടുത്തത് ഒരു ക്വസ്റ്റ്യനും കൂടെ, ലിമിറ്റ് x tends to 0 sin ax plus bx divided by ax plus sin bx. x plus sin bx. ഇതിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇവിടെ നമുക്ക് sin ax by x എന്നുള്ളത് എടുക്കാൻ പറ്റും അല്ലേ. ഇവിടെ sin ax by x എന്നും എടുക്കാൻ പറ്റും. അതുപോലെ sin bx-നെ by x എന്ന് പറഞ്ഞ് എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക, അവിടെ നമുക്ക് നേരത്തെ പറഞ്ഞുള്ള പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു പോകാം അല്ലേ. അങ്ങനെയെങ്കിൽ നമുക്കത് നോക്കാം. ലിമിറ്റ് x tends to 0 sin ax into ax by ax plus bx divided by ax plus sin bx into bx by bx എന്ന് നമുക്ക് എടുക്കാൻ പറ്റും അല്ലേ. ഇങ്ങനെ നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റുക, sin ax into ax by ax എന്നുള്ളത് ഇത് രണ്ടും കൂടെ എന്തായിട്ടാണ് പോവുക, ലിമിറ്റ് എടുക്കുമ്പോഴത്തേക്ക്, അത് രണ്ടും കൂടെ ലിമിറ്റ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 1 ആയിട്ട് പോകും. ബാക്കി എന്താ ഉള്ളത്, ലിമിറ്റ് x tends to 0, അത് വാല്യൂ എന്ത് ചെയ്തു, 1 ആയിട്ട് പോയി. അതുപോലെ ഇവിടെ sin bx by bx എന്നുള്ളതും 1 ആയിട്ട് പോകും. അപ്പോൾ ബാക്കി ഇവിടെ ഉണ്ട് ax plus bx
ഡിവൈഡഡ് ബൈ ഇവിടെ വീണ്ടും എന്ത് തന്നെയുള്ളൂ എ എക്സ് പ്ലസ് ബി എക്സ് എന്നായിരിക്കും വരുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് എക്സ് കോമൺ എടുക്കാം അല്ലേ. ലിമിറ്റ് എക്സ് ടേൺസ് ടു 0 എ പ്ലസ് ബി ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി ഇൻറ്റു എക്സ് എന്ന് വരും. എക്സും എക്സും ക്യാൻസൽ ആയി പോകും. പിന്നെ ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടോ? അവിടെ പ്രത്യേകിച്ച് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി വാല്യൂസ് ഒന്നുമില്ല. കാരണം എന്താ, ഒരു എ പ്ലസ് ബിയും താഴെ ഒരു എ പ്ലസ് ബിയും ഉള്ളൂ. നമുക്ക് വേരിയബിൾ ആരാ ഉള്ളത്? എക്സ് ആണുള്ളത്. ആ ഒരു എക്സിൻ്റെ വാല്യൂസ് ഒന്നും തന്നെ ഇല്ല നമുക്ക് ബാക്കി. സോ എന്ത് തന്നെ വരും, എ പ്ലസ് ബി ബൈ എ പ്ലസ് ബി എന്ന് വരും. അതിൻ്റെ ആൻസർ എന്ത് വരും? 1. കാരണം സെയിം തന്നെ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആയതുകൊണ്ട് നമുക്ക് വാല്യൂ എന്തായിട്ടായിരിക്കും വരുന്നത്? നമുക്ക് 1 ആയിട്ടായിരിക്കും ആൻസർ കിട്ടുന്നത്. ഇനി നമുക്ക് അടുത്തത് LHSഉം RHSഉം വരുന്ന കുറച്ച് പ്രോബ്ലംസ് പഠിക്കാം അല്ലെ. ഇപ്പം നമ്മൾ പഠിച്ച കേസസ് ഒക്കെ എന്തായിരുന്നു? ജസ്റ്റ് കുറച്ച് ലിമിറ്റ് വാല്യൂസ് തന്നിട്ടുണ്ടായിരുന്നു. ആ ലിമിറ്റ് വാല്യൂസ് മാത്രം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 5, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു a, അല്ലെങ്കിൽ എക്സ്റ്റെൻസ് ടു പൈ, അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് മാത്രമായിരുന്നു നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത്. ഇനി നമുക്ക് പഠിക്കാൻ പോണത് LHLും RHLും വരുന്ന കേസസ് ആണ്. ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്സ്. ഇവിടെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഇത്ര നേരം ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് എന്താ, ഒരു വാല്യൂ അല്ലെ, ഒരു പോസിറ്റീവ് വാല്യൂ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് വാല്യൂ മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈഡാണ് വരുന്നത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡുമാണ് വരുന്നത്. വെച്ചാൽ ഒരേ വാല്യൂ ആയിരിക്കും. ഒരു കോൺസ്റ്റന്റ് ഉണ്ടാകും, അതിനെന്താകും, ഒരു ലെഫ്റ്റ് സൈഡ് ഉണ്ടാകും, ഒരു റൈറ്റ് സൈഡ് ഉണ്ടാകും. നമുക്ക് തരുന്നൊരു ഫംഗ്ഷൻ f of x എന്ന് പറഞ്ഞാൽ ഒന്നേ ഉണ്ടാവുള്ളായിരിക്കും ചിലപ്പം അല്ലേ. അപ്പം അതെന്തായിട്ടായിരിക്കും വരുന്നത്? വേരി ചെയ്യുന്നുണ്ടാകും. ചിലപ്പം ഒരു നമ്പർ അല്ലേ, -3 to +3 വേരി ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ -2 to +2 വേരി ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ 0യിൽ ചെല്ലുമ്പോഴത്തേക്ക് വേരിയേഷൻ ഉണ്ടോ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുകയാണ്. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ് ഇത് എക്സിസ്റ്റിംഗ് ആണോ അല്ലയോ എന്നൊക്കെയുള്ളതാണ്. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ മെയിനായിട്ട് വരുന്നത്. ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ള പോലെ തന്നെ എന്ത് ചെയ്യാം, ലിമിറ്റ്സ് ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഇവിടെ നമുക്ക് ചെയ്യാനുള്ളൂ. അല്ലാതെ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്ത് നമ്മൾ ബുദ്ധിമുട്ടാൻ വേണ്ടിയിട്ടുള്ളതൊന്നും ഇല്ല ശരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തു പോകാൻ പറ്റും. പക്ഷേ എന്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നാൽ മതി, ഒരു ലെഫ്റ്റ് ഹാൻഡും ഒരു റൈറ്റ് ഹാൻഡും ഉണ്ടാകും. അതിൽ എക്സിസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസേഴ്സ് ഈക്വൽ ആയിരിക്കണം. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും, ലിമിറ്റ് എക്സ് ടേൺസ് ടു a ആണെന്നിരിക്കട്ടെ. നമ്മൾ ഇത്ര നേരം 0 ചെയ്തു. ഇനി നമുക്ക് 0 എന്നുള്ള ഒരു വാല്യൂവിനെ വിട്ടിട്ട് ഒരു നമ്പർ ആയിരിക്കും കിട്ടുക. കൂടുതലായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്പേഴ്സിനെ വെച്ചിട്ടാണ്. അപ്പോൾ ആ നമ്പറിന് എന്തുണ്ടാകും, ഒരു മൈനസ് സൈഡ് ഉണ്ടാകും. അതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത്. ഈക്വൽസ് ലിമിറ്റ് എക്സ് ടേൺസ് ടു a പ്ലസ് അതിൻ്റെ പോസിറ്റീവ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് അല്ലേ. ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും സൈഡ് ഉണ്ടാകും. അതിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് എന്നുള്ളതാണ് വരുന്നതെങ്കിലായിരിക്കും എന്ത് ചെയ്യുക, അവിടെ ആ ഒരു ഫംഗ്ഷൻ f of x എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, f of x എക്സിസ്റ്റ്. f of x എക്സിസ്റ്റ് ചെയ്യും. എവിടെ, -a to +aയിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാകും എന്നാണ് പറയുന്നത് അല്ലേ. എക്സിൻ്റെ വാല്യൂ എവിടെ ആയിരിക്കണം, നമുക്ക് -a to +aയിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ചെയ്തു. അപ്പോൾ ചെയ്തു വന്നപ്പോഴത്തെ ആൻസർ ലിമിറ്റ് എക്സ് ടേൺസ് ടു a- ചെയ്തു, അത് f of x കിട്ടി. അതിൽ ലിമിറ്റ് എക്സ് ടേൺസ് ടു a+ ചെയ്തു, f of x കിട്ടി. ഈ കിട്ടിയ രണ്ട് വാല്യൂസ് ചിലപ്പം നോട്ട് ഈക്വൽ ആവാം. ഇത് ചെയ്ത് ഈക്വൽ ആയി, അപ്പോൾ എന്ത് ചെയ്തു, f of x എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ചെയ്തിട്ട് നോട്ട് ഈക്വൽ ആണ് കിട്ടിയെങ്കിൽ എന്തായിരിക്കും ചെയ്യുക, നോട്ട് ഈക്വൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ പറയുക f of x ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നാണ് പറയുക. f of x എന്ത് ചെയ്യുന്നില്ല, എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അവിടെ നമുക്ക് f of x എന്ന് പറഞ്ഞൊരു വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്താ, നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് നമ്മൾ ചെയ്തു. അങ്ങനെ ചെയ്തു വരുന്ന കേസസിൽ ഇതിൽ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് തന്നെ, ഇപ്പോൾ ചെയ്ത സെയിം കാര്യങ്ങൾ തന്നെ നമ്മൾ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് വരുന്നത്. അങ്ങനെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കുള്ള വാല്യൂസ് എന്തായിട്ട് കിട്ടണം, നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു റേഞ്ചിൽ എന്ത് ചെയ്യുന്നുണ്ട്, എക്സിൻ്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് f of x. പക്ഷെ നമ്മൾ ചെയ്തു വരുമ്പോഴത്തേക്ക് അത് നോട്ട് എക്സിസ്റ്റ് വരുന്നത് എപ്പോഴാണ്, അതിൽ നോട്ട് ഈക്വൽ വരുമ്പോഴായിരിക്കും അല്ലേ. ചിലപ്പോൾ ഇവിടെ ഈ f of x ഞാൻ ചെയ്തു, ഇതിൻ്റെ ആൻസർ ചിലപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു 1 കിട്ടി.
പക്ഷേ അപ്പുറത്ത് നമുക്ക് 2 ആണ് കിട്ടിയത്. ഏതിലെ A+ ചെയ്തപ്പോഴത്തേക്ക് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, അത് എക്സിസ്റ്റ് ചെയ്യില്ല. പക്ഷെ നമ്മൾ ആദ്യം ചെയ്യുന്നതിനകത്ത് 1 = 1 എന്ന് പറഞ്ഞാൽ കിട്ടിയെന്നിരിക്കട്ടെ, അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാകും എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഒരു പ്രോബ്ലം, ലിമിറ്റ് x → 0 f of x വേർ f of x എന്ന് പറയുന്നത് ഈക്വൽസ് mod x/x. അവിടെ x ≠ 0 ആയിരിക്കും. ആൻഡ് ഒരു വാല്യൂ 0 തന്നിട്ടുണ്ട്, അവിടെ x = 0 ആയിരിക്കും തന്നിട്ടുള്ളത്. ഇതായിരിക്കും f of x എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ തന്നിട്ടുള്ളത്. ഇത്ര നേരം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ അല്ലേ, x² + x അല്ലെ x² + 5 അങ്ങനെ കുറച്ച് ഫംഗ്ഷൻസ് മാത്രമേ തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം എന്ത് ചെയ്തു, ആ ഫംഗ്ഷൻസിനകത്ത് കുറച്ച് വേരിയിങ് ആയിട്ട് തന്നിട്ടുണ്ട് അല്ലേ. ഈ mod x/x എന്ന് പറയുന്നത് എന്തായിരിക്കും, ≠ 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. വിച്ച് മീൻസ് ഏതോ ഒരു നമ്പർ വേരി ചെയ്യുന്നുണ്ട് അല്ലേ. അവിടെ വരുന്ന വാല്യൂസിന് ഇപ്പം നമുക്ക് ഏതെങ്കിലുമൊക്കെ മോഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, വാല്യൂ 0 ആയിരിക്കില്ല, ഒരു വാല്യൂ ഉണ്ടാകും. ഇപ്പം ഇവിടെ നമുക്ക് 1 ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, 1/1 വരും, ആൻസർ 1 വരും. അപ്പോൾ എന്തായി, ≠ 0 ആണ്. 2 ഇട്ട് കൊടുത്താൽ എന്ത് വരും, 2/2 വരും, 0 ആണ്. ഇനി ഇവിടെ കൊടുക്കുന്നത് 3 ആണെങ്കിൽ 3/3 വരും അല്ലേ. സെയിം x/x തന്നെ വരുന്നത്. mod x ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നേ ഉള്ളൂ, മൈനസ് വാല്യൂസ് ഉണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ട് തന്നെ വരുന്നത് അല്ലേ, പ്ലസ് വാല്യൂസ് ആയിട്ട് തന്നെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താകും, ഇപ്പോൾ നമ്മൾ മൈനസ് ആണ് എടുക്കുന്നത്, -2 ആണ് മുകളിൽ വരുന്നെങ്കിൽ പോലും അത് എന്തായിട്ട് വരും, നമുക്ക് ≠ 0 അല്ലേ, -2/-2 എന്നായിരിക്കും വരിക. അപ്പോൾ ഈ -2 എന്താകും, +2 ആകും, 2/-2. ആൻസർ എന്തായിട്ടായിരിക്കും വരിക, 1 കിട്ടും. അപ്പോൾ അവിടെ വേരി ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് എന്താ, ലിമിറ്റ് അറ്റ് x = 0 ആയിരിക്കും നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. കാരണം എന്താ, x → 0 എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്. സോ നമ്മൾ ചെയ്തു വരുമ്പോൾ എന്ത് ചെയ്യുക, ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും ചെയ്യുക. ഫസ്റ്റ് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ എന്ത് വരും, ലിമിറ്റ് x → 0 മൈനസ്, കാരണം എന്താ ലെഫ്റ്റ് ഹാൻഡാണ് ചെയ്യുന്നത്. ലെഫ്റ്റ് ഹാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 0 മൈനസാണ് വരുന്നത് അല്ലേ, f of x എന്ന് വരും. അതുപോലെ റൈറ്റ് ഹാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരും, RHL ചെയ്യുമ്പോഴത്തേക്ക് ലിമിറ്റ് x → 0 + f of x എന്നായിരിക്കും വരുന്നത്. ഇത്രയായിരിക്കും വരുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ f of x എന്ന് പറയുന്ന വാല്യൂ എക്സിൻ്റെ ഫംഗ്ഷൻസ് ആയിട്ടാണ് കിടക്കുന്നത്. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് h എന്നുള്ള ഫോമിലേക്ക് മാറ്റുക. അപ്പോൾ എന്താകും, ലിമിറ്റ് h → 0, ഈ x → 0 എന്നുള്ളത് മാറ്റി h → 0 എന്നാക്കുക. എന്നിട്ട് f of 0 - h, കാരണം ഇവിടെ നമുക്ക് വരുന്ന h എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനായിട്ട് നമ്മൾ ഈ f of x-നെ മാറ്റി hൻ്റെ കേസിലേക്ക് മാറ്റി. അങ്ങനെ മാറ്റുമ്പോൾ നമുക്ക് എന്ത് വരണം, ഈ f of x എന്താകണം, hൻ്റെ ഇതിലേക്ക് മാറണം. അപ്പോൾ എന്താകും, ഇവിടെ 0 മൈനസാണ് പറഞ്ഞേക്കുന്നത്. സോ നമുക്ക് എന്താകും, ഇത് 0 - h. അതേ സെയിം തന്നെ ഇവിടെ എന്ത് വരും, ലിമിറ്റ് x → x അല്ല h → 0 എന്നാകും. കാരണം എന്താ, നമ്മൾ പറഞ്ഞു, ഇപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയ കാര്യമാണ്, ലിമിറ്റ് h → 0 എന്നാണ് ആവുന്നത് അല്ലേ. കാരണം എന്താ, നമ്മളിവിടെ hൻ്റെ ഫംഗ്ഷനിലേക്ക് അത് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താകും, 0+ ആയതുകൊണ്ട് 0 + h എന്നായിരിക്കും വരുന്നത്. ഇവിടെ എന്താകും, 0 - h എന്ന് വന്നു, അതെന്ത് തന്നെ -h. 0 + h എന്താകും, h തന്നെയാകും. അങ്ങനെയെങ്കിൽ അതിന് എവിടെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്ന് വെച്ചാൽ, നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ നോക്കുക, f of x വേരി ചെയ്യുന്നുണ്ട്, അതിൽ x ≠ 0 വരുന്ന കേസ് നോക്കുക. ആ കേസിൽ എന്താ പറഞ്ഞേക്കുന്നത്, mod x/x ആണ്. അപ്പോൾ ഇവിടെ എക്സിന് പകരം ആരെയാണ് നമ്മൾ കൊടുത്തേ, എച്ചിനെ കൊടുത്തു. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, എച്ചിനെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എച്ചിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, ഇവിടെ നമുക്ക് ലിമിറ്റ് h → 0 -h mod h എന്നായിരിക്കും വരുന്നത്. കാരണം എന്താ, ഇവിടെ നമുക്ക് -h ആ വന്നേ. സോ ഇവിടെ നമുക്ക് എക്സിന് പകരം എന്താകും, -h എന്നെടുക്കുക, x-ന് പകരം h എന്ന് കിട്ടും. ഇനി ഇവിടെ അപ്പോൾ എന്താകും, ലിമിറ്റ് h → 0 + h എടുത്ത്, അപ്പോൾ എന്ത് വരും, h/h എന്നായിരിക്കും വരുന്നത് അല്ലേ. ഇത്രയായിരിക്കും വരുന്നത്. ഇനി ഇത് ചെയ്തു വരുമ്പോൾ എന്തായിട്ട് വരും, നമുക്ക് ലിമിറ്റ് h → 0 -h/h. -h എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ വരും, h തന്നെ വരും. അപ്പോൾ h/h 1 കിട്ടും
അല്ലേ? h/h എന്നുള്ള വാല്യൂ 1 കിട്ടുന്നുണ്ട്. ഇവിടെ പക്ഷെ നമുക്കൊരു മൈനസ് വരുന്നുണ്ട്, കാരണം ഇവിടെ -h വരുന്നത്. സോ എന്ത് വരും? h/-h. അപ്പോൾ ഇവിടെ ആൻസർ എന്ത് വരും? -1 വരും. കാരണം ഇവിടെ നമുക്ക് 0 -h ആയി, സോ -h എടുത്തു, ഇവിടെ -h എടുത്തു. ഇവിടെ നമുക്ക് +h ആയതുകൊണ്ട് അത് എന്ത് ചെയ്തു? h/h, mod h/h എന്ന് പറഞ്ഞാൽ mod h എന്ന് പറഞ്ഞാൽ എന്താ? എന്ത് വരും? h തന്നെ വരും. അപ്പം നമുക്ക് എഴുതാൻ പറ്റുന്ന എന്തായിരിക്കും? ലിമിറ്റ് h ടേൺസ് ടു, ഇവിടെ 0 മൈനസ് ഉണ്ട്, ഇവിടെ ലിമിറ്റ് h ടേൺസ് ടു 0 h/h എന്ന് വരും. അതിൻ്റെ ആൻസർ എന്ത് വരും? 1 കിട്ടും. ഇവിടെ നമുക്ക് ആൻസർ -1 കിട്ടും. അപ്പം നമുക്ക് കിട്ടിയ 2 വാല്യൂസ് ഉണ്ടല്ലേ, അത് രണ്ടും നമുക്ക് പറയാൻ പറ്റും ഈക്വൽ ആണെന്ന്. ഇവിടെ -1ഉം അവിടെ 1ഉം കിട്ടിയത്. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് കിട്ടിയതിൽ f(x) ലിമിറ്റ് ഏതൊക്കെ വന്നു? ഇപ്പം നമുക്ക് 2 ലിമിറ്റ്സാണ് കിട്ടിയത് അല്ലേ? ലിമിറ്റ് x ടേൺസ് ടു 0 f(x) 0 മൈനസ് നോട്ട് ഈക്വൽ ടു ലിമിറ്റ് x ടേൺസ് ടു 0 പ്ലസ് f(x) എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് ഡസൻ എക്സിസ്റ്റ് അല്ലേ? നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയാൻ പറ്റുന്നത്. കാരണം എന്താ? നമുക്കിവിടെ കിട്ടിയ 2 വാല്യൂസ് നമ്മൾ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അവിടെ നമ്മൾ പറഞ്ഞിരുന്നത് എന്തായിരുന്നു? അവിടെ ചെയ്യാൻ പറ്റില്ലെന്നാണ് പറയുന്നത് അല്ലേ? f(x) എന്ന് പറയുന്നത് രണ്ടും ഈക്വൽ ആണെങ്കിൽ മാത്രമായിരിക്കും എന്താ ചെയ്യുക? എക്സിസ്റ്റ് ചെയ്യുക. പക്ഷെ ഇവിടെ എന്താ ചെയ്തേ? രണ്ടും ഈക്വൽ അല്ല. സോ ആ കേസിൽ എന്താ വരുന്നത്? ഡസൻ എക്സിസ്റ്റ് എന്നുള്ളതായിരിക്കും വരുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത ഒരു ക്വസ്റ്റ്യൻ. ലിമിറ്റ് x ടേൺസ് ടു 5 f(x) വേർ f(x) എന്ന് വെച്ചാൽ എന്തായിരിക്കും? f(x) ഈക്വൽസ് mod x മൈനസ് 5. ഇതാണ് തന്നിരിക്കുന്നത്. mod x മൈനസ് 5 എന്നുള്ളതായിരിക്കും തന്നിരിക്കുന്നത്. ഇവിടെ എന്തായിരിക്കും ഇപ്പോൾ വരിക? ഇപ്പോൾ ഈ ചെയ്ത സെയിം കാര്യം തന്നെ ചെയ്യുക. എക്സിന് പകരം ആരെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? എച്ചിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതെങ്ങനെ? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ 5 മൈനസും റൈറ്റ് ഹാൻഡ് സൈഡിൽ 5 പ്ലസും ആയിരിക്കും വരുന്നത് അല്ലേ? നേരത്തെ 0 ആയിരുന്നു ഒന്ന് ലിമിറ്റ്. സോ നമ്മൾ 0 മൈനസും 0 പ്ലസും എടുത്തു. ഇവിടെ നമ്മൾ നോക്കുക, നമുക്ക് തരുന്ന ലിമിറ്റ് ഏതാണെന്നുള്ളത്. ആ ലിമിറ്റ് അനുസരിച്ചായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ ലിമിറ്റിൽ ഏതായിരിക്കും വരുന്നത്? 5 ആണ് വരുന്നത്. സോ നമ്മൾ എന്തെടുക്കണം? LHL എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 5 മൈനസ് ആണ് വരുന്നത് അല്ലേ? ലിമിറ്റ് x ടേൺസ് ടു 5 മൈനസ് f(x) ആയിരിക്കും വരുന്നത്. അടുത്ത സ്റ്റേജിൽ എന്താകും? അത് ലിമിറ്റ് h ടേൺസ് ടു 0 h ടേൺസ് ടു 0യിലേക്കായിരിക്കും പോകുന്നത്. കാരണം എന്താ? നമ്മൾ പിന്നെ എടുക്കുന്നത് h ആണ്. അപ്പോൾ h എടുക്കുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് വേണ്ട എന്താ? x മൈനസ് 5 എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താകും? 5 മൈനസ് f(x) എന്ന് വരും. അപ്പോൾ ഇവിടെ എന്താകും? 5 മൈനസ് h മൈനസ് 5 എന്നായിരിക്കും വരുന്നത് അല്ലേ? 5 മൈനസ് മൈനസ് 5 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ ചെയ്ത് വരുമ്പോഴത്തേക്ക് എന്ത് വരും? ലിമിറ്റ് h ടേൺസ് ടു 0 5 മൈനസ് 5 0 ആയി പോകും അല്ലേ? 5 മൈനസ് 5 0 ആണ്. പിന്നെ നമുക്ക് എന്താ ഉള്ളത്? 0 മൈനസ് h എന്നുള്ളതാണ്. ഈ എച്ചിൻ്റെ വാല്യൂവിന് പകരം നമുക്കത് എടുക്കുമ്പോഴത്തേക്ക് എന്തായിട്ട് വരും? എച്ചിനെ നമുക്ക് -h എന്ന് എടുക്കാം. കാരണം എന്താ? ഉള്ളിലാണെങ്കിൽ മാത്രമേ ഇത് എന്തായിട്ട് പോകുള്ളൂ. മോഡ് മൈനസ് വരുമ്പോൾ മാത്രമാണ് അത് എന്തായിട്ട് പോകുന്നുള്ളൂ, പ്ലസ് ആകും. ഇവിടെ ഈ മൈനസ് പുറത്താണ്. സോ എന്തായി? -h എന്ന് വരും. ഈ -hന് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 0 സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്താൽ എന്താകും? ആൻസർ 0 ആയി പോകും. ഇനി ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം? നമ്മൾ LHL ചെയ്തപ്പോൾ കിട്ടിയ 0 തന്നെ എവിടെയും കിട്ടണം? RHL ചെയ്യുമ്പോൾ കിട്ടണം. കിട്ടുകയാണെങ്കിൽ എന്തായിരിക്കും? ഇത് എക്സിസ്റ്റ് ചെയ്യും. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ അത് എന്തായിട്ടാണ് പോവുക? അത് ഡസൻ എക്സിസ്റ്റ് എന്നുള്ളതായിരിക്കും പറയുക. അടുത്തത് RHL ചെയ്യാം. RHL ചെയ്യുമ്പോഴത്തേക്ക് എന്താകും? ലിമിറ്റ് x ടേൺസ് ടു 5 പ്ലസ് അല്ലേ? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 5 മൈനസ് ആയിരുന്നു. അപ്പോൾ റൈറ്റിൽ എന്താകും? 5 പ്ലസ് ആകും. 5 പ്ലസ് f(x) എന്ന് വരും. f(x) നമുക്കറിയാം mod x മൈനസ് 5 ആണ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്തു? ലിമിറ്റ് h ടേൺസ് ടു 0. ലിമിറ്റ് നമ്മളിങ്ങനെ മാറ്റി കൊടുക്കുമ്പോഴത്തേക്ക് എച്ചിലേക്ക് മാറ്റുമ്പോൾ എന്തായിരിക്കണം? h ടേൺസ് ടു 0 ആയിരിക്കണം കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് വരും? 5 പ്ലസ് mod h
-5 എന്ന് വരും. കാരണം എന്താ, മോഡ് എക്സ് -5 ആണ്. അതിൽ എന്തുമാത്രം മാറ്റം വരുത്തി? എക്സിന് പകരം എച്ച് എന്നുള്ളത് മാത്രമാണ് മാറ്റം വരുന്നുള്ളൂ. അപ്പോൾ എന്താകും? ലിമിറ്റ് എച്ച് ടേൺസ് ടു 0. ഇത് വീണ്ടും എന്താകും? 5 -5 തന്നെ വരുന്നത്. സോ അതെന്തായിട്ട് പോകും? 0 + h എന്നാകും അല്ലേ? മോഡ് എച്ച് എന്നുള്ളത് എച്ച് തന്നെയാണ്. ഇവിടെ ഇനി എച്ചിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താ? 0 ആണ് വരുന്നത്. സോ ആൻസർ എന്താകും? 0. അപ്പം നമുക്ക് ചെയ്ത LHL RHL എന്ത് തന്നെ കിട്ടി? 0 തന്നെ കിട്ടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് എഴുതാമല്ലോ, ലിമിറ്റ് എക്സ് ടേൺസ് ടു 5 - f of x ഈക്വൽസ് ലിമിറ്റ് എക്സ് ടേൺസ് ടു 5 + f of x. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാം? എക്സിസ്റ്റ് എന്ന് പറയാം അല്ലേ? അങ്ങനെയെങ്കിൽ ഫോർ ഫങ്ഷൻ എഫ് ഓഫ് എക്സ് ലിമിറ്റ് എക്സിസ്റ്റ്. ഇവിടെ നമുക്കത് എക്സിസ്റ്റ് ചെയ്യുന്നുവെന്ന് പറയാൻ പറ്റും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് a + bx എക്സ് <1. ഒന്ന്. അടുത്തത് 4 ആണ് ആൻസർ വരുന്നതെങ്കിൽ എക്സ് = 1 വരും. അടുത്തത് b - ax ആണ് വരുന്നതെങ്കിൽ അതെന്തായിട്ട് വരുന്നു? എക്സ് > 1 വന്നു. ഇവിടെ നമുക്ക് 3 കാര്യങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? അവിടെ a + bx തന്നിട്ടുണ്ട്, 4 തന്നിട്ടുണ്ട്, b - ax തന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം എങ്ങനെയാണ് വേരി ചെയ്യുന്നത്? എവിടെയാണ് ലിമിറ്റ്? അപ്പോൾ ഏതായിരിക്കും വരിക? 1ലാണ് എടുക്കേണ്ടത്. കാരണം എന്താണ്? എക്സ് <1 എന്ന് പറയുന്നത് ഒരെണ്ണം, എക്സ് = 1, എക്സ് > 1. അങ്ങനെ 3 കേസസാണ് തന്നേക്കുന്നത്. അപ്പോൾ അത് ഏതിലേക്കാണ് തന്നേക്കുന്നത് ലിമിറ്റ്? അപ്പം ഈ തന്നിരിക്കുന്ന 3 വാല്യൂസ് ഇവിടെ നമ്മൾ കണ്ടീഷൻസ് നോക്കുക. കണ്ടീഷൻസ് നോക്കുമ്പോൾ എന്തായിരിക്കും വരിക? അവിടെ നമുക്ക് 1ലാണ് എല്ലാം തന്നേക്കുന്നത് എക്സിൻ്റെ വാല്യൂസ് അല്ലേ? > അല്ലെങ്കിൽ = സോ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും വരേണ്ടത്? ലിമിറ്റ് 1ലായിരിക്കണം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ ഈ 3 കേസസ് വരുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താ, എല്ലാ ലിമിറ്റ്സ് തന്നിരിക്കുന്നത് 1ലേക്കാണ്. സോ നമുക്ക് ലിമിറ്റ് എന്തെടുക്കണം? 1. ചിലതിൽ ക്വസ്റ്റ്യൻസിൽ ഇതുപോലെ തരും x → 1 എന്നുള്ളത്. ചില കേസസിൽ എന്ത് ചെയ്യില്ല, ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെ തന്നിട്ടില്ലാത്ത കേസസിലാണെങ്കിൽ ഇതുപോലെ തന്നിരിക്കുന്ന ഈ ഫംഗ്ഷൻ വേരി ചെയ്യുന്നത് നോക്കുക, അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇതിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് തന്നേക്കുന്നത് എന്താണ്? എഫ് ഓഫ് എക്സ് ലിമിറ്റ് എക്സ് ടേൺസ് ടു 1 - അല്ലെ? 1 ആണ് ലിമിറ്റ് എന്ന് പറഞ്ഞത്. സോ 1 - ആയിരിക്കും ലെഫ്റ്റ് ഹാൻഡ് വരിക. അത് ഈക്വൽസ് ലിമിറ്റ് എക്സ് ടേൺസ് ടു 1 + f of x എന്ന് പറയുന്നതിൻ്റെ ആൻസർ എന്തായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്? 4 ആയിരിക്കും എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈ 2 എണ്ണത്തിൻ്റെ നടുവിൽ ഈ ഒരു വാല്യൂ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ x = 1ൽ വരുന്ന വാല്യൂ എന്തായിരിക്കുമോ അതായിരിക്കും ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സോ ഇത്രയും കണ്ടീഷൻസ് ഇത് മനസ്സിലാക്കി വെക്കുക. ഇത് ഇത്രയും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ബാക്കി എന്ത് ചെയ്താൽ മതി? നമ്മൾ LHL കണ്ടുപിടിക്കുക, RHL കണ്ടുപിടിക്കുക. LHL കണ്ടുപിടിക്കാൻ അറിയാമല്ലോ, ലിമിറ്റ് എക്സ് ടേൺസ് ടു 1 - ചെയ്യുക. അവിടെ എന്തായിരിക്കും നമുക്ക് കിട്ടുക? എഫ് ഓഫ് എക്സ് എന്നുള്ളത് എന്തായിട്ട് മാറും അടുത്ത സ്റ്റെപ്പിൽ? ലിമിറ്റ് എച്ച് ടേൺസ് ടു 0. അങ്ങനല്ലേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നേ? അടുത്ത സ്റ്റെപ്പിൽ എന്താകും? എച്ച് ടേൺസ് ടു 0 ആകും. അപ്പോൾ എന്താകും? ഈ എഫ് ഓഫ് എക്സ് ആണ് നമ്മൾ അവിടെ എടുക്കേണ്ടത്. കാരണം എന്താ? <1 അല്ലേ? 1 - വരുമ്പോൾ എന്താ? <1 എന്നുള്ളതാണ് എടുക്കുന്നത്. ആ ഒരു ഓപ്ഷനിൽ എന്താ? a + bx ആണ്. സോ നമ്മളിവിടെ എന്തെടുക്കണം? a + b × എക്സിന് പകരം എന്താകും? 1 - h എന്നുള്ളതാകും അല്ലേ? ഇവിടെ 1 - ആണ് വരുന്നത്. സോ 1 - h എന്ന് വരും. ഇനി അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുമ്പോൾ എന്താകും? ലിമിറ്റ് എച്ച് ടേൺസ് ടു 0 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ എന്താകും? അത് ബാക്കി വാല്യൂസ് മാത്രം എഴുതിയിട്ടുണ്ടായിരുന്നാൽ മതി അല്ലേ? അപ്പോൾ എന്താകും? a + b × 1 - 0 വരും. ആൻസർ a + b വരും. കാരണം എന്താ? 1 - 0 1 തന്നെയാണ്. അപ്പോൾ ആൻസർ a + b വരും. ഇനി അടുത്ത എന്ത് ചെയ്യുക? RHL കണ്ടുപിടിക്കുക അല്ലേ? RHL കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും? ലിമിറ്റ് എക്സ് ടേൺസ് ടു 1 അവിടെ എന്ത് വരും? എഫ് ഓഫ് എക്സ്. അതിലെന്താകും? ഇവിടെ വന്ന 1 - h പകരം ആരായിട്ടായിരിക്കും വരിക? 1 + h വരും. പക്ഷെ ഫംഗ്ഷൻ എന്തായിട്ട് മാറും? എഫ് ഓഫ് എക്സ് b - ax. കാരണം എന്താ? > 1 1 എന്ന് പറയുമ്പോൾ എന്താ? > 1 1നെക്കാട്ടി കൂടിയ വാല്യൂസ് വരുന്നതായിരിക്കും. അതെന്തായിരിക്കും? b - ax ആണ്. അപ്പോൾ ഇവിടെ എന്താകും? ലിമിറ്റ് എച്ച് ടേൺസ് ടു 0ലേക്ക് പോകുമ്പം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് b - ax എടുക്കുക. നമ്മൾ ഇവിടെ കൊടുക്കുന്ന വാല്യൂ ഏതാണെന്ന് നോക്കുക. ഇവിടെ 1 - ആയിരുന്നു നമ്മൾ എടുത്തത് അല്ലേ? ആ 1 - എടുത്തപ്പോൾ എന്തായി? എക്സ് <1 എന്നാണ് പറയുന്നത് അല്ലേ? -1, അതായത് 1നെക്കാട്ടി കുറവുള്ളത്. സോ നമുക്ക് ഇത് എടുത്തിട്ടുണ്ടായിരുന്നാൽ മതി. ഇനി അടുത്ത കേസിൽ പറഞ്ഞെന്താ?
ഗ്രേറ്റർ ദാൻ 1 ആണ് വരുന്നത്. സോ അതെവിടെയാണ് വരുന്നത്? ബി മൈനസ് എ എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിലാണ് വരുന്നത്. സോ ആ ബി മൈനസ് എ എക്സ് ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ബി മൈനസ് എക്സിന് പകരം 1+h സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കാരണം എന്താ? ഇവിടെ പ്ലസ് വാല്യൂ വരണം, 1+ ആണ് വരുന്നത്. സോ അത് ചെയ്യുക. ഇനി ഇവിടെ എച്ചിന് 0 ആയി പോകുമ്പോൾ എന്ത് വരും? ബി മൈനസ് എ ഇൻറ്റു 1 എന്ന് വരും. സോ ആൻസർ ബി മൈനസ് എ എന്ന് കിട്ടും. ഇവിടെ നമുക്ക് കിട്ടിയത് എന്താ? രണ്ടും വ്യത്യാസമുണ്ട് അല്ലേ? ഇത് എ പ്ലസ് ബിയും അത് ബി മൈനസ് എയും കിട്ടി. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? അത് ഈക്വൽ ടു 4 എന്ന് എടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യുക? ഇത് തമ്മിൽ നമ്മൾ ആഡ് ചെയ്യുക. എ പ്ലസ് ബി പ്ലസ് ബി മൈനസ് എ ഈക്വൽ ടു 4+4. അതായത് ഈ ലിമിറ്റ് എഫ് ഓഫ് എക്സ് എക്സ് ടേൺസ് ടു 1 - ആൻസർ 4 ആണെന്ന് നമുക്കറിയാം അല്ലേ? ഇതിനെ നമുക്ക് ഈക്വൽ ടു 4 എന്ന് എടുക്കാൻ പറ്റും. അതുപോലെ ഇതിനെ നമുക്ക് എന്തെടുക്കാം? 4 എന്ന് എടുക്കാം. ഇത് 2, ഇത് 1. ഇവിടെ 1 and 2 എന്തായിട്ട് വരും? പ്ലസ് ചെയ്താൽ എ പ്ലസ് ബി മൈനസ് എ എന്ന് വരും. ഇവിടെ ഈ റൈറ്റ് സൈഡിൽ വരുന്ന 4+4 8 വരും. ഇതിൽ എയും മൈനസ് എയും ക്യാൻസൽ ആയി പോകും. ബാക്കി എന്തുണ്ട്? 2b ഉണ്ട്. 2b ഈക്വൽ ടു 8. ദെർഫോർ ബി ഈക്വൽ ടു 4 എന്ന് കിട്ടും അല്ലേ? ബി 4 കിട്ടി. അങ്ങനെയെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ ബി എ കിട്ടുമല്ലോ. ഇപ്പോൾ എ പ്ലസ് ബി ഈക്വൽ ടു 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ എന്ത് വരും? എ പ്ലസ് ബി ഈക്വൽ ടു 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ ബിക്ക് പകരം 4 കൊടുത്താൽ എന്താകും? എ പ്ലസ് 4 ഈക്വൽ ടു 4 കിട്ടും. സോ 4 - 4 എന്തായി പോവും? 0 ആയി പോവും. സോ എ എന്ന് പറയുന്നത് 0 ആയി പോവും. അങ്ങനെയെങ്കിൽ എയുടെയും ബിയുടെയും വാല്യൂസ് എന്ത് കിട്ടും? എ 0 എന്നും ബി 4 എന്നും ആയിരിക്കും ആൻസർ കിട്ടുന്നത് അല്ലേ? എ ഈക്വൽ ടു 0 എന്നും കിട്ടും, ബി ഈക്വൽ ടു 4 എന്നും കിട്ടും. ഇതായിരിക്കും നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. ഇത് ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും ചെയ്യാനുള്ളത് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ചെയ്യാനൊക്കെ സിമ്പിളായിട്ട് ഈ ഒരു 1+ഉം 1- എന്നുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തു. അതിൽ എക്സിൻ്റെ വാല്യൂസിന് മാത്രം എന്ത് ചെയ്ത് കൊടുക്കുക? നമ്മൾ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നാൽ മതി. ബാക്കി എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? വേറെ നമ്മൾ ഒന്നും ചെയ്യാനില്ല അല്ലേ? അത് ചെയ്തു, അതിൻ്റെ അകത്ത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ബാക്കി വരുന്ന കോൺസ്റ്റൻ്റ് അതുപോലെ വരും. പിന്നെ എച്ചിൻ്റെ കേസ് അല്ലേ? എച്ച് ടേൺസ് ടു 0 വരുമ്പോൾ എച്ചിന് മാത്രം എന്ത് ചെയ്യുക? 0 വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ബാക്കി വരുന്ന വാല്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്നതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സോ സിമ്പിളായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റും അല്ലേ? ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ചെയ്തൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത ക്ലാസ്സിലേക്ക് പ്രിപ്പയർ ആയിട്ട് വരെ ഇതിൻ്റെ ബാക്കി കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞൊരു പോർഷനാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ? ഡെറിവേറ്റീവ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഫസ്റ്റ് പ്രിൻസിപ്പൽ ഡെറിവേറ്റീവ്സ് എടുക്കാനുണ്ട്. അപ്പോൾ ഇനി ഡെറിവേറ്റീവ്സിലേക്ക് കിടക്കാൻ ലിമിറ്റ്സ് ഓൾമോസ്റ്റ് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് മെയിൻലി. സോ ഇത്രയും കാര്യങ്ങൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പഠിച്ച് തീർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. സോ നന്നായിട്ട് പഠിക്കുക, പഠിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി. പിന്നെയും ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ അത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിചാരിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഡെറിവേറ്റീവ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ബൈ.